യേശുവിന്റെ കണ്ണുകളിലൂടെ പ്രഭാതത്തിലെ വായു പുതുമയുള്ളതായി. സൂര്യൻ ഉദിച്ചപ്പോൾ നിലത്തെ മഞ്ഞുതുള്ളികൾ പ്രഭാത കിരണങ്ങളേറ്റ് വിളങ്ങി. കർത്താവെ, ശിമിയോൻ പറഞ്ഞു, സസ്യങ്ങളിലെ മഞ്ഞുതുള്ളികളുടെ മേൽ സൂര്യകിരണങ്ങൾ വന്നു വീഴുമ്പോൾ അവ തിളങ്ങി ശോഭിക്കുന്ന കാഴ്ച വിസ്മയകരമാണ്. അങ്ങ് കാണുന്നില്ലേ? ശിമയോൻ കാണിച്ചെന്ന സൗന്ദര്യം ഞാൻ നോക്കിക്കണ്ടു. ശിമയോൻ, നിനക്ക് ഞാൻ മഞ്ഞുതുള്ളിയെയും ഓരോ മനുഷ്യരുടെ ആത്മാക്കളായി കാണുവാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം: ഇരുട്ടിൽ അവ മറഞ്ഞിരിക്കുന്നു. എന്നാൽ സൂര്യകിരണങ്ങൾ സ്പർശിക്കുമ്പോൾ അവ തെളിഞ്ഞ് പ്രകാശിക്കുകയും കൊച്ചു കൊച്ചു രത്നങ്ങളായിത്തീരുകയും ചെയ്യുന്നു. ശിമയോൻ മഞ്ഞുതുള്ളികളെ ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം എൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അതെ, അവ അതിമനോഹരമാണ്. രത്നങ്ങൾ പോലെ തന്നെ ആയിരിക്കുന്നു. മാനവകുലവും ഇതുപോലെ മനോഹരമായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവർക്ക് അങ്ങനെ ആകുവാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രം. അപ്പോൾ ദൈവസ്നേഹത്താൽ അവരും ഇതുപോലെ പ്രശോഭിക്കും. ഞാൻ മറുപടി പറഞ്ഞു, എന്നാൽ അപ്രകാരം ചെയ്യുവാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. മത്തായി ഇടയ്ക്ക് കയറി പറഞ്ഞു, അവനും ഇപ്പോൾ എൻ്റെ അരികത്തുണ്ട്. പലരും കരുതുന്നത് പോലെ ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഞ്ഞുതുള്ളികൾ തങ്ങളെ ശോഭയുള്ളതാക്കി തീർക്കുവാൻ സൂര്യനെ അനുവദിക്കുന്നതത്ര എളുപ്പമുള്ള കാര്യമാണത്. അവർ ചെയ്യേണ്ടത് ഇതുമാത്രം: സൂര്യന്റെ സ്നേഹം തങ്ങളിലൂടെയും തങ്ങളിൽ തന്നെയും പ്രകാശിക്കുവാൻ അനുവദിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സാവുക. അപ്പോൾ ഭാരപ്പെട്ടതിനെയെല്ലാം ലഘൂകരിക്കുന്ന ശക്തി അവർ കണ്ടെത്തും. ഞാൻ പ്രതിവദിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ചും ഒരു നിബന്ധനയുമില്ലാതെ അത് സ്വീകരിക്കുമ്പോൾ എപ്രകാരം ആത്മാക്കളെ അത് ഉജ്ജ്വലിപ്പിക്കുന്നു എന്നും മറ്റുമുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ തുടർന്ന് നടന്നു. കഫർനാമിലെ ചന്തകളിൽ നിന്നും വീടുകളിലേക്ക് മടക്കയാത്ര ചെയ്യുന്ന ഒരു പറ്റം കച്ചവടക്കാർ മുമ്പേ നീങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളെ കൊള്ളയടിക്കുവാൻ പിന്നാലെ കൂടിയിരിക്കുന്ന കള്ളന്മാരാണോ എന്ന സംശയത്തോടെ അവർ ഞങ്ങളെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സമാധാനം കൈകൾ ഉയർത്തി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ വാക്കിലൂടെ എൻ്റെ സ്നേഹം സ്പർശിച്ചപ്പോൾ അവർ പൂർണ്ണ ബോധ്യമുള്ളവരായി തീർന്നു. സ്വാഗതം. അവരുടെ നേതാവ് തിരിച്ചും അഭിവാദനം ചെയ്തു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അയാൾ ചോദിച്ചു. അടുത്ത ഗ്രാമത്തിലേക്ക്, പത്രോസ് പറഞ്ഞു. സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനുമായിട്ട് ഇത്തിരി ഗമയിലാണ് യൂദാസ് പറഞ്ഞത്. അവൻ സാധാരണയിൽ കവിഞ്ഞും അല്പം പൊങ്ങിയതുപോലെ. നിങ്ങൾക്ക് രോഗികളെ സുഖപ്പെടുത്താനാകുമോ? ആ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ മുഖത്തോട് മുഖം നോക്കി. ഉവ്വ്. വളരെ പ്രധാനപ്പെട്ടവനെ പോലെ കാണപ്പെട്ട യൂദാസ് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഗുരു അന്ധകരെയും ചികിടരെയും മുടന്തരെയും സുഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും സൗഖ്യമാക്കാൻ സാധിക്കും. സ്വരമുയർത്തി ആവേശത്തോടു കൂടിയാണ് യൂദാസ് പറഞ്ഞത്. യൂദാസ്, ഞാൻ ശാന്തനായി വിളിച്ചു. മറ്റുള്ളവരുടെ മുൻപാകെ നമുക്ക് എളിമയുള്ളവരാകാം. നമ്മൾ ജീവിതത്തിലും എളിമയുള്ളവരാകണം. അഹങ്കാരം പാപത്തെ വിളിച്ചു വരുത്തുന്നു, എന്നാൽ വിനയം സമാധാനമാണ് കൊണ്ടുവരുന്നത്. അങ്ങ് ആരാണെന്ന് അവർ അറിയുകയും അവരും അങ്ങയുടെ സ്നേഹത്തിൽ പങ്കുകാരാവുകയും ചെയ്യണം എന്ന് മാത്രമാണ് കർത്താവെ ഞാൻ ഉദ്ദേശിച്ചത്. ഉത്സാഹം ചോർന്നു പോയവനെ പോലെ യൂദാസ് പറഞ്ഞു. നിങ്ങൾ മറ്റുള്ളവരെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എളിമയിൽ നിർവഹിക്കണം. ആരെങ്കിലും എൻ്റെ അരികിൽ വരികയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിനയമുള്ളവനായിരിക്കണം. അല്ലാത്ത പക്ഷം അവർ എൻ്റെ യഥാർത്ഥ സ്നേഹിതരോ അനുഗാമികളോ ആയിരിക്കുകയില്ല. വിനയമാണ് മാർഗം. എന്തെന്നാൽ എളിമയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നു. നന്നായി സംസാരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരുടെ നേതാവായ ആ മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എൻ്റെ പേര് ജോസഫ് എന്നാണ്. സുഖമില്ലാത്ത ഒരു മകനുണ്ട് എനിക്ക്. അവൻ ഇവിടെ ഞങ്ങളോടൊപ്പമുണ്ട്. അങ്ങ് സഹായിക്കുമോ പ്രഭു? അവൻ എന്താണ് കുഴപ്പം? പത്രോസ് ചോദിച്ചു. അവൻ അല്പം ദുഷിച്ച വീഞ്ഞ് കുടിച്ചതിന് ഫലമായി മരണാസന്നനെ പോലെ ആയിരിക്കുന്നു. വൈദ്യന്മാരെ കൊണ്ട് അവനെ സുഖപ്പെടുത്താനായില്ല.
ഹൃദയത്തിൽ ദുഃഖഭാരവുമായി ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അവന്റെ അമ്മയുടെ അടുത്ത് കിടന്ന് മരിക്കുവാൻ വേണ്ടി എന്നോട് പറയുമ്പോൾ അയാൾ കരഞ്ഞുപോയി. അവനെ എൻ്റെ അരികിൽ കൊണ്ടുവരൂ. ഞാൻ കുനിഞ്ഞ് അയാളെ മൃദുവായി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. 18 വയസ്സിൽ കവിയാത്ത ആ ചെറുപ്പക്കാരനെ താങ്ങി പിടിച്ചുകൊണ്ട് 2 മനുഷ്യർ മുൻപോട്ട് വന്നു. അവന് തനിയെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. രക്തം ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അറപ്പ് തോന്നിയതിനാൽ യൂദാസ് പിറകോട്ട് മാറി നിന്നു. എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായി ദൈവത്തിനു വേണ്ടി ജീവിക്കുക. ഞാൻ ഇത് പറയുമ്പോൾ അവൻ ഛർദ്ദി നിർത്തി, നേരെ എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ കണ്ടാൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നുവെന്ന് തോന്നുകയില്ല. അവന്റെ പിതാവ് തിടുക്കത്തിൽ ഓടിവന്ന് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് കരഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ മകനെ. മകൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് മുട്ടിന്മേൽ വീണുകൊണ്ട് പറഞ്ഞു, ഗുരു, ദൈവത്തിന്റെ കരുണയ്ക്ക് നന്ദി സൂചകമായി ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെയോ? ഒരു നാൾ നിന്റെ സഹായം ആവശ്യമായി വരും. അതുവരെ നീ കുടുംബത്തോടൊപ്പം ആയിരിക്കുക. അവൻ എന്നെ നോക്കി ആദ്യം ഭഗ്നാശനായതുപോലെ, പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനായിരിക്കും കർത്താവെ എന്നെ ആവശ്യമായി വരുന്നത്? ഒരു ദിവസം ഒരു മനുഷ്യൻ കുരിശിൽ തറയ്ക്കപ്പെടും. അവൻ തന്റെ ജീവിതം മറ്റുള്ളവർക്കായി നൽകിയിരിക്കുന്നവനാണ്. കുരിശിന്റെ ചുവട്ടിൽ അവന്റെ അമ്മയുണ്ടായിരിക്കും. ഹൃദയം തകർന്ന് മകന്റെ ശരീരം ഒന്ന് ചേർത്ത് പിടിക്കാൻ കാത്ത്. അപ്പോൾ നീ സഹായിക്കും. അവന്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി അമ്മയുടെ കരങ്ങളിൽ കിടത്തിക്കൊണ്ട് നീ സഹായിക്കും. ഞാൻ മറുപടി പറഞ്ഞു. അവന്റെ പിതാവ് പറഞ്ഞു, കർത്താവേ, എൻ്റെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരത്തിൽ ഞാനും സഹായത്തിനായി അവിടെ ഉണ്ടാകും. നീയും ഉണ്ടായിരിക്കും ജോസഫ്. മാത്രമല്ല, നിന്റെ നാമം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചതാണോ? മകൻ ചോദിച്ചു. ഇല്ല, പെട്ടെന്ന് യൂദാസ് പറഞ്ഞു. മാത്രമല്ല, എനിക്ക് നല്ല വിശപ്പുമുണ്ട്. എങ്കിൽ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണം, ജോസഫ് പറഞ്ഞു. ഊഷ്മളമായ പ്രാതൽ പങ്കുവച്ചതിന് ശേഷം ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞു. അവൻ നല്ല ആളുകളായിരുന്നു. എന്നോടൊപ്പം നടക്കുമ്പോൾ അന്ത്രയോസ് അഭിപ്രായപ്പെട്ടു, യാക്കോബും ഒപ്പമുണ്ട്. അതെ, അവരോടൊപ്പം ഭക്ഷണം പങ്കുവെച്ചത് ആസ്വദിക്കുകയായിരുന്നു ഞാൻ. ഗുരു, യൂദാസ് എത്രയധികമാണ് കഴിച്ചതെന്ന് അങ്ങ് ശ്രദ്ധിച്ചുവോ? പട്ടിണി കിടന്നുകൊണ്ട് നേരത്തെ തന്നെ അവൻ ഈ അവസരത്തിനായി ഒരുങ്ങുകയായിരുന്നുവെന്ന് തോന്നിപ്പോയി. വിസ്മയഭാവത്തിൽ യാക്കോബ് പറഞ്ഞു. വല്ലാതെ നിറഞ്ഞുപോയ തന്റെ വയറ് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന യൂദാസിനെ ഞാൻ കണ്ടു. അത്യാർത്ഥി മനുഷ്യനെ നശിപ്പിക്കുവാൻ പോകുന്നതാണ്. അത് പണത്തോടുള്ളതായാലും വസ്തുക്കളോടുള്ളതായാലും. എന്തിനോടാണ് നീ ആർത്തിയുള്ളവനായിരിക്കുന്നത്? നിന്റെ അത്യാർത്ഥിയുടെ സ്വാധീനത്തിന്റെ ഫലമായി നീ അത് മറ്റുള്ളവർക്ക് നിഷേധിക്കുകയും സ്വാർത്ഥ ചിന്തയിൽ വളരുകയും ചെയ്യും. ഞാൻ യൂദാസിനെ കുറിച്ച് നൊമ്പരപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നെ നേർക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗുരു, ഞാൻ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ചു. ഒരുപാട് ഭക്ഷിച്ചു. അതൊരു വിരുന്ന് സൽക്കാരം തന്നെയായിരുന്നു. സമയമുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കഴിക്കാമായിരുന്നു. പെട്ടെന്ന് തിന്തിർക്കേണ്ടി വന്നത് വാസ്തവത്തിൽ കഷ്ടമായി പോയി. അവൻ തന്റെ പെരുമാറ്റത്തിൽ യാതൊരു പാകവും ദർശിക്കുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം പലപ്പോഴും ഞാൻ യൂദാസിനോട് കർശനമായി പെരുമാറിയിരുന്നില്ല. മാത്രമല്ല, ഞാൻ അവനെ ഏറെ സ്നേഹിക്കുന്നുമുണ്ട്. യാക്കോബ് മറുപടി പറഞ്ഞു, ഗുരു, മനുഷ്യർ എപ്രകാരമാണ് ഇതുപോലെ അന്ധരാകുന്നതിനെ കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? ഞാൻ ഉത്തരം നൽകി. യാക്കോബ് ഉള്ളിലെ അന്ധതയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ നീ കാണുന്ന അന്ധത. ഞാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുവാനാണ് വന്നിരിക്കുന്നത്. ആത്മീയ അന്ധതയുള്ളവർക്കും അതുപോലെ ശാരീരികമായ അന്ധത അനുഭവിക്കുന്നവർക്കും. എന്നാൽ ചില അവസരത്തിൽ കാഴ്ച നൽകാനാവില്ല. കാരണം വാഗ്ദാനം ചെയ്യപ്പെടുന്ന സൗഖ്യം അവർ നിരസിക്കുന്നു എന്നത് തന്നെ. നിങ്ങൾക്ക് വിശക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരുപാട് ഭക്ഷണമുള്ള ഒരുവൻ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് നീട്ടുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളത് നിരസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിശക്കുന്നവനായി തന്നെ തുടരും. നിങ്ങൾക്ക് ആവശ്യമായത് അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങളത് നിരസിച്ചു. അതിനാൽ നിങ്ങൾ പഴയതുപോലെ വിശക്കുന്നവനായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെയാണ് ഇന്നുമുള്ള പലരും ആയിരിക്കുന്നത്. സൗഖ്യദായകമായ ദൈവിക സ്നേഹം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അത് അവർക്കായി അവിടെ തന്നെയുണ്ട്. എന്നാൽ കൈനീട്ടി അതെടുക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അവർ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അന്ധരായി കഴിയുന്നു.
യാക്കോബും അന്ത്രയോസും എന്നെ നോക്കിയിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ അറിവ് വലുതാണ്, എനിക്കെങ്കിലും ഇതൊക്കെ പഠിക്കാനാവുമോ എന്ന് വിസ്മയിക്കുകയാണ് ഞാൻ. അറിവിന്റെയും സത്യത്തിന്റെയും ആത്മാവിനാൽ നീ പഠിക്കും. ആസന്ന ഭാവിയിൽ ഈ ആത്മാവ് നിന്റെ മേൽ വരികയും ചെയ്യുന്നതാണ്. കൈകളാൽ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്